പച്ചക്കറി മാർക്കറ്റിൽ നടന്ന ഒരു ചെറിയ സംഭവത്തിൽ നിന്ന് ഒരു നഗരത്തെ തന്നെ മാറ്റിമറിച്ച ഒരു കഥ. വളരെ കാലമായി നടന്നു പോകുന്ന ഒരു വലിയ മാർക്കറ്റ്. ഉച്ച സമയങ്ങളിൽ അവിടെ വളരെയധികം തിരക്കാണ്. അവിടെ വർഷങ്ങളായി പച്ചക്കറി വിൽക്കുന്ന പെൺകുട്ടിയായിരുന്നു സൈനബ. ഒരു ദിവസം അവളുടെ ജീവിതം പൂർണ്ണമായി മാറ്റിമറിക്കപ്പെട്ടു. അന്ന് പോലീസുകാരോടുണ്ടായ അവളുടെ ദേഷ്യം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ മാത്രമല്ല മുഴുവൻ വ്യവസ്ഥിതിയെയും ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിച്ചു. 28 വയസ്സുകാരിയായ സൈനബ വൃത്തിയായി അലക്കിയ വെളുത്ത സൽവാർ ധരിച്ച് തന്റെ പച്ചക്കറി വണ്ടിയുടെ മുന്നിൽ ഇരിക്കുകയായിരുന്നു. വർഷങ്ങളായി അവൾ സഹിച്ച കഷ്ടപ്പാടുകൾ അവളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഒരു ചെറിയ തിളക്കം ഉണ്ടായിരുന്നെങ്കിലും മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വിഷമം തങ്ങി നിന്നിരുന്നു. തിരക്കേറിയ മാർക്കറ്റിൽ പെട്ടെന്ന് ഒരു വലിയ ശബ്ദം കേട്ടു. "പെണ്ണെ, മിണ്ടാണ്ട് പച്ചക്കറി വിൽക്ക്, പോലീസുകാരുമായി വഴക്കിടരുത്" എന്ന് ബലദേവ് പറഞ്ഞു. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കോൺസ്റ്റബിളായി ജോലി ചെയ്യുന്ന ബൽദേവ് ഒരു അഹങ്കാരിയായിരുന്നു. അവന്റെ പിന്നിൽ അവൻ പറയുന്ന ഓരോ വാക്കിനും തലകുലിക്കുന്ന കിഷൻ ഉണ്ടായിരുന്നു. ബൽദേവിന്റെ വാക്കുകൾ സൈനബ കേട്ടു. കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ അവിടെ പടരാൻ പോകുന്ന തീയെക്കുറിച്ച് ആരും ഊഹിച്ചില്ല. പോലീസുകാർ അവിടെ വരുന്നത് ഒരു ശീലമായിരുന്നു. പക്ഷേ ഇത്തവണ അവിടെ സംഭവിക്കാൻ പോകുന്നത് വലിയൊരു കാര്യമായിരിക്കും. എല്ലാ ആഴ്ചയിലും ബൽദേവും കൃഷ്ണനും അവരുടെ മാമൂലുകൾ പിരിക്കാൻ വരുമായിരുന്നു. ബൽദേവ് അരയിൽ കൈവച്ച് സൈനബയെ നോക്കി. "ഇത്തവണ ഞാൻ 250 രൂപ എടുക്കും. ഇത് ഞാൻ എടുക്കുന്നതല്ല, വലിയ സാബ് പറഞ്ഞിട്ടാണ്." മാർക്കറ്റിലെ ചെറിയ വ്യാപാരികൾ പോലീസുകാരെ പേടിച്ച് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണത്തിൽ ഒരു ഭാഗം അവർക്ക് കൊടുക്കും. സൈനബ അവളുടെ പേഴ്സിൽ കൈയിട്ട് നോക്കി. അന്ന് അവൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് വെറും 90 രൂപ മാത്രമായിരുന്നു. "സാറേ, കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങൾക്ക് 180 രൂപ തന്നിരുന്നു. ഇത്തവണ പച്ചക്കറിക്ക് കുറച്ച് വില കൂടിയിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ക്ഷമിക്കൂ," സൈനബ പതിയെ പറഞ്ഞു. "നീ കൂടുതൽ സംസാരിക്കണ്ട" എന്ന് ദേഷ്യത്തോടെ അലറിക്കൊണ്ട് ബൽദേവ് സൈനബയുടെ വണ്ടി തള്ളിമറിച്ചു. ഫ്രഷായിട്ട് വിൽക്കാൻ വാങ്ങിയ പച്ചക്കറികളെല്ലാം റോഡിൽ ചിതറി വീണു. നടന്നു പോകുന്ന ആൾക്കാരുടെ കാൽക്കീഴിൽ അവ ചതഞ്ഞുപോയി. അത് കണ്ട് സൈനബയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ദേഷ്യത്തോടെ മുന്നിൽ നിന്ന ബൽദേവിനെ നോക്കി തന്റെ പഴയ ചെരുപ്പ് ഒരു കൈകൊണ്ട് പിടിച്ച് ബൽദേവിന്റെ യൂണിഫോം കോളറിൽ മറ്റേ കൈകൊണ്ട് പിടിച്ച് "ഈ സ്ഥലം ഞങ്ങളുടേതാണ്, നിങ്ങളുടേതല്ല" എന്ന് അവൾ അലറി. ഇത് പറഞ്ഞതും അവൾ കയ്യിലുണ്ടായിരുന്ന ചെരുപ്പെടുത്ത് ബൽദേവിന്റെ മുഖത്തേക്ക് അടിച്ചു. ആ അടിയിൽ മാർക്കറ്റ് മുഴുവൻ നിശബ്ദമായി. കാറ്റുപോലും ഒരു നിമിഷം നിന്ന പോലെയായി. വലിയ ശരീരമുള്ള ബലദേവ് പിന്നോട്ട് വീണു. അവന്റെ കവിളുകളിൽ ചുവന്ന ഒരു പാടുണ്ടായിരുന്നു. മൂക്കിൽ നിന്ന് രക്തവും ഒഴുകി. അതുവരെ അത്ഭുതത്തിൽ നോക്കി നിന്ന കിഷൻ തന്റെ ലാത്തി ഉയർത്താൻ ഒരുങ്ങുന്നതിനിടയിൽ സൈനബ അവന്റെ നെഞ്ചിൽ ശക്തിയായി ചവിട്ടി. "അയ്യോ" എന്ന ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പിന്നോട്ട് വീണു. സൈനബ തന്റെ ശക്തി സംഭരിച്ച് അലറിക്കൊണ്ട് പറഞ്ഞു, "നിങ്ങൾ 3 വർഷം മുന്നേ എന്റെ ഭർത്താവിനെ തല്ലിക്കൊന്നു. ഇനി എന്റെ ഊഴമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കട്ടെ" എന്ന് പറഞ്ഞ് അവൾ അവളുടെ സങ്കടങ്ങളെല്ലാം പുറത്തുവിട്ടു. ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതുപോലെ അവൾ പൊട്ടിത്തെറിച്ചു. സൈനബയുടെ ഭർത്താവ് ഷാഫി ഒരു സത്യസന്ധനായ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. ഒരു ദിവസം അവിചാരിതമായി അവന്റെ ഓട്ടോ ഒരു ഓഫീസറുടെ കാറിൽ ഇടിച്ചു. ഓഫീസർക്ക് ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഷാഫിനെ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സൈനബ പലതവണ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഭർത്താവിനെ വിട്ടയക്കാൻ അവൾ അപേക്ഷിച്ചു. പക്ഷെ ആരും അവളെ കേട്ടില്ല. 5 ദിവസത്തിനു ശേഷം ഷാഫിയുടെ മൃതദേഹം സൈനബക്ക് ലഭിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് ആത്മഹത്യയാണെന്ന് രേഖപ്പെടുത്തിയിരുന്നു. തന്റെ ഭർത്താവ് ഒരിക്കലും അത് ചെയ്യില്ല എന്ന് സൈനബക്ക് അറിയായിരുന്നു. പോലീസുകാരാണ് തന്റെ ഭർത്താവിനെ കൊന്നതെന്ന് അവൾക്ക് അറിയാമായിരുന്നു. പക്ഷെ അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അവൾക്ക് 6ഉം 3ഉം വയസ്സുള്ള ഒരു മോളും മോനും ഉണ്ടായിരുന്നു. തന്റെ ദുഃഖവും കണ്ണീരും ഉള്ളിലൊതുക്കി രാവും പകലും പച്ചക്കറി വണ്ടിയുടെ അടുത്തുനിന്ന് പച്ചക്കറി വിറ്റ് പോലീസുകാരുമായി യാതൊരു പ്രശ്നത്തിലും ഏർപ്പെടരുതെന്ന് അവൾ തീരുമാനിച്ചു. എന്നാൽ അന്ന് അവളുടെ ക്ഷമ നശിച്ചു. അവശേഷിച്ചത് പ്രതികാരം മാത്രമായിരുന്നു. 3 വർഷങ്ങളായി അവളുടെ മനസ്സിൽ ഒതുക്കിവെച്ച പ്രതികാരം. ബലദേവും കൃഷ്ണനും നിലത്ത് വീഴുന്നത് കണ്ടപ്പോൾ ജനങ്ങളുടെ ഭയം കുറഞ്ഞു. വർഷങ്ങളായി അവർ കുറെ അനുഭവിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന രോഹിത് എന്ന പയ്യൻ അതേ മാർക്കറ്റിൽ തന്റെ അച്ഛനോടൊപ്പം ജോലി ചെയ്യുന്നവനാണ്.
അവൻ ഉടനെ തന്നെ അവന്റെ ഫോൺ എടുത്ത് വീഡിയോ എടുക്കാൻ തുടങ്ങി. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. വെറും 30 സെക്കൻഡുള്ള ആ വീഡിയോ തീപ്പൊരി പോലെ പടർന്നു. ആ നാടിനെ മുഴുവൻ ഇളക്കി മറിച്ചു. പച്ചക്കറി വിൽക്കുന്ന ഒരു സാധാരണ സ്ത്രീ ഒരു പോലീസിനെ അടിക്കുകയോ മുഖത്ത് ചവിട്ടുകയോ എന്നെല്ലാവരും അത്ഭുതപ്പെട്ടു. ചിലർക്ക് ഭയമായി, മറ്റു ചിലർ സന്തോഷിച്ചു. എന്റെ ഭർത്താവ് മരിച്ചതിന് എനിക്ക് ഉത്തരം വേണം, എല്ലാ പോലീസുകാരും ഇവിടേക്ക് വരണം എന്ന് സൈനബയുടെ വാക്കുകൾ അവിടുത്തെ അന്തരീക്ഷം മാറ്റിമറിച്ചു. 2 മണിക്കൂറിൽ ആ വീഡിയോ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാമിലും പച്ചക്കറി സ്ത്രീ വേഴ്സസ് പോലീസ് എന്ന ടാഗിൽ വൈറലായി. എല്ലാവരും പങ്കുവെക്കാനും അഭിപ്രായം പറയാനും തുടങ്ങി. ക്രൂരമായി പെരുമാറുന്ന പോലീസുകാരോടുള്ള ജനങ്ങളുടെ ദേഷ്യം പുറത്തു വന്നു. 50-ലധികം വ്യാപാരികളും 100 കണക്കിന് സാധാരണക്കാരും അടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവരുടെ കയ്യിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതിയ ഫ്ലെക്സുകൾ ഉണ്ടായിരുന്നു. അതിൽ ഇന്ന് സൈനബ, നാളെ നമ്മൾ എന്ന് എഴുതിയിരുന്നു. പോലീസുകാരെ ആക്രമിച്ചതിന് സൈനബയുടെ നേരെ FIR എഴുതിയിരുന്നു. അന്ന് രാത്രി തന്നെ അവളെ അറസ്റ്റ് ചെയ്തിരുന്നു. കൊലപാതക ശ്രമം സെക്ഷൻ 307, സർക്കാർ ഉദ്യോഗസ്ഥനെ ആക്രമിക്കൽ സെക്ഷൻ 353 എന്നിവ കൂടാതെ കലാപം ഉണ്ടാക്കൽ, ജീവൻ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളും അവൾക്കെതിരെ ചുമത്തി. കൈകളിൽ വിലങ്ങണിയിച്ച് അവളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവളുടെ മുഖം ശാന്തമായിരുന്നു. അവൾ നേടിയ വിജയത്തിന്റെ പുഞ്ചിരി അവളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. സ്റ്റേഷന്റെ പുറത്തുള്ള ആളുകൾ പറഞ്ഞു, സൈനബയെ വിട്ടേക്ക്, ഞങ്ങൾക്ക് നീതി വേണം എന്ന് മുദ്രാവാക്യം വിളിച്ചു. 2 ദിവസത്തിനുള്ളിൽ ആ നഗരത്തിലെ ഒരു വലിയ മനുഷ്യൻ സൈനബയെ സഹായിക്കാൻ വന്നു. പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾക്കൊപ്പം ബൽദേവ്, കൃഷ്ണൻ എന്നിവരെ കുറിച്ചുള്ള നിരവധി വിവരങ്ങൾ ശേഖരിച്ചു. ബൽദേവിനെതിരെ നേരത്തെ 8 പരാതികൾ ഉണ്ടായിരുന്നു. ഭൂമി കയ്യേറ്റം, ചെറുകിട വ്യാപാരികളെ ഭീഷണിപ്പെടുത്തൽ, പണം തട്ടിയെടുക്കൽ തുടങ്ങിയവ. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 40-ലധികം പച്ചക്കറി വ്യാപാരികളിൽ നിന്ന് പണം തട്ടിയെടുത്തിട്ടുണ്ട്. ഇത് കാരണം നിരവധി ചെറുകിട വ്യാപാരികൾ തങ്ങളുടെ ബിസിനസ് ഉപേക്ഷിച്ചു. അതുകൂടാതെ സൈനബയുടെ ഭർത്താവ് ഷാഫി മരിച്ച കേസ് വീണ്ടും തുറന്നു. ഫോറൻസിക് റിപ്പോർട്ടുകളിൽ അവനെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ അടയാളങ്ങൾ കണ്ടെത്തി. അവൻ ആത്മഹത്യ ചെയ്തതല്ല, പോലീസുകാർ തല്ലിച്ചതച്ച് മരിച്ചതാണെന്ന് അറിഞ്ഞതോടെ ജനങ്ങളെല്ലാം സൈനബക്ക് കൂടുതൽ സപ്പോർട്ടായി. രാജ്യവ്യാപകമായി ഈ വിഷയം പ്രധാന ചർച്ചാ വിഷയമായി മാറി. 6 ദിവസങ്ങൾക്കു ശേഷം സൈനബയുടെ കേസ് ഫാസ്റ്റ് ട്രാക്കിൽ കോടതിയിൽ എത്തി. കോടതിയിൽ വിചാരണ നടന്നു. നീതി വിജയിച്ചു. നിയമത്തെ സംരക്ഷിക്കേണ്ടവർ തന്നെ പ്രശ്നക്കാരാകുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കുന്നത് ശരിയാണ്. സൈനബ കുറ്റക്കാരിയല്ല. ഈ വ്യവസ്ഥിതിക്ക് ഇതൊരു മുന്നറിയിപ്പാണ് എന്ന് ജഡ്ജി പറഞ്ഞു. സൈനബയുടെ പേരിൽ നിന്നുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും നീക്കം ചെയ്തു. ബൽദേവിനെ സസ്പെൻഡ് ചെയ്തു. അവന്റെ പേരിലുള്ള കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്താനോ കൃഷ്ണനെ ഒരു ഉൾനാടൻ ഗ്രാമീണ പ്രദേശത്തേക്ക് സ്ഥലം മാറ്റാനോ ഉത്തരവിട്ടു. ഇനി അവന് അവിടെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. ഇപ്പോൾ സൈനബ സമാധാനത്തിൽ അതേ മാർക്കറ്റിൽ തന്റെ വണ്ടിയിൽ പച്ചക്കറി വിറ്റ് ജീവിക്കുകയാണ്. പക്ഷേ ഒറ്റയ്ക്കല്ല. എല്ലാ വ്യാഴാഴ്ചയും അവളുടെ അടുത്ത് മറ്റു 3 വിധവകളായ സ്ത്രീകൾ ഇരിക്കും. അവരുടെ ഭർത്താവും സൈനബയുടെ ഭർത്താവിനെ പോലെ മരിച്ചവരാണ്. സൈനബ നടത്തിയ പോരാട്ടം അവർക്കും ധൈര്യം നൽകി. തങ്ങളുടെ ശബ്ദം ഉയർത്താം എന്ന് അവർക്കും മനസ്സിലായി. അവരെ കൂടാതെ ഒരു വൃദ്ധനും അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ കട പോലീസ് ബലമായി ഒഴിപ്പിച്ചു. ഇവർക്കൊപ്പം വീഡിയോ എടുത്ത രോഹിത് ഇപ്പോൾ ഒരു ചെറിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി നടത്തുന്നുണ്ട്. അവൻ അവിടുത്തെ വ്യാപാരികൾക്ക് സൗജന്യമായി ബ്രാൻഡിംഗ് ചെയ്യുന്നു. അവർ നടത്തിയ പോരാട്ട കഥകൾ ലോകത്തിനു മുന്നിൽ എത്തിക്കുന്നു. മുമ്പത്തേക്കാൾ ഇപ്പോൾ അവിടെയുള്ള പച്ചക്കറി വിൽക്കുന്നവരോടുള്ള ആദരവ് വർദ്ധിച്ചു. സൈനബയുടെ കഥ ഒരു പ്രചോദനമാണ്. അനീതിക്കെതിരെ നിലകൊണ്ട ഒരു സാധാരണ വ്യക്തിയുടെ കഥ. ഒരു സാധാരണ സ്ത്രീ തന്റെ ധൈര്യത്താൽ സത്യം പറഞ്ഞ് വിജയിച്ചു. ഈ സംഭവത്തിന് ശേഷം ആളുകൾ പച്ചക്കറി വാങ്ങാൻ മാത്രമല്ല വിൽക്കുന്നവർക്ക് ബഹുമാനം നൽകാനും തുടങ്ങി.